കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പുറത്തിറങ്ങിയതിൽ നമ്മളെ തലയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് വിടാമുയർച്ചി. മങ്കാത്തയ്ക്ക് ശേഷം വന്ന അജിത്തിൻ്റെ പല പടങ്ങളും പാസം എന്ന് പറഞ്ഞാൽ അങ്ങ് വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഇറങ്ങിയ പുള്ളിയുടെ പടത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്താൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഒരു കിടിലൻ കംബാക്കാണ് വിടാമുയർച്ചിയുടെ തല നടത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പലർക്കും അറിയുന്ന പോലെ 80s പുറത്തിറങ്ങിയ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ മൂവിയുടെ റീമേക്ക് തന്നെയായിട്ടാണ് വിടാമുയർച്ചി വന്നത്. അത് ആക്ച്വലി അവർ അങ്ങനെ തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു റീമേക്ക് ആയിരുന്നിട്ട് പോലും വളരെ കിടിലനായിട്ടാണ് ഇവർ ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പടത്തിൻ്റെ ഒരു സ്റ്റോറി ലൈനോ വൺ ലൈനോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ബ്രേക്ക് ഡൗൺ കാണാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റയർലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പടം. കാരണം പടം കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തിരിക്കുന്ന അസർബൈജാനിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ടെറൈനൊക്കെ നമ്മളിങ്ങനെ ഈ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് മൈൻഡ് ബ്ലോയിങ് ആണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഒന്നും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ടാലൻ്റ് എന്ന ആ സ്വാഗ് ഉണ്ടല്ലോ, അത് എവിടെയും പോയിട്ടില്ല എന്നുള്ളത് ഈ പടത്തിലൂടെ പുള്ളി അടിവാരിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ എടുത്തു വരേണ്ട ക്യാരക്ടറാണ് നമ്മളെ ആക്ഷൻ കിങ് അർജുൻ്റെ. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പുള്ളിനെ അങ്ങനെ ഒരു ഡയറക്ടർ ഇത്ര നന്നായിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ വേറെ ഫിലിമിലൊന്നും കണ്ടിട്ടില്ല. ഈവൻ ലിയോയിൽ പോലും ഒരു സ്ട്രോങ് ക്യാരക്ടർ ആയിരുന്നെങ്കിൽ കൂടി പുള്ളിനെ ആ ട്രീറ്റ് ചെയ്ത രീതിയൊക്കെ വളരെ വീക്കായിരുന്നു. ഒരു വില്ലനായിട്ടുള്ള പുള്ളിയുടെ ആ സ്വാഗ് ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെ കേട്ടോ. അതുപോലെ തന്നെ തൃഷയും റജീനയൊക്കെ അവർക്ക് കിട്ടിയ റോൾസ് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ആക്ഷൻ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് സീനുകളൊക്കെ ഉണ്ടല്ലോ, കിടിലനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ടിപ്പിക്കൽ തമിഴ് പടത്തിൽ നമ്മൾ കാണുന്നതേ അല്ല. കാരണം നമ്മളധികം കണ്ട് ശീലിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ് ഹീറോ വരുന്നു, പുള്ളി അടിച്ചൊരു 10 പേരെ തെറിപ്പിക്കുന്നു. അതുപോലുള്ള ആക്ഷൻ സീക്വൻസുകളാണല്ലോ നമ്മൾ അധികം തമിഴ് ഫിലിംസിലും ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാലും ചില പടങ്ങളിലൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടായിരിക്കും ഫൈറ്റ് സീക്വൻസൊക്കെ കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടാവുക. ഇതിലും അതേപോലെ കിടിലനായി ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഈ എലിവേഷൻ സീനിലൊക്കെ നമ്മൾ അനിയുടെ മ്യൂസിക് ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിയേറ്റർ സ്ക്രീനിൽ തീ പിടിപ്പിക്കുക എന്ന് പറയില്ലേ, ആ ഒരു എഫക്റ്റാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന BGM വർക്ക്സൊക്കെ ഉണ്ടല്ലോ. ചില സീനുകളിൽ നമ്മൾ ആ സീനിൽ നിന്ന് മാറി ഈ BGMൽ മാത്രമായി പോകും ചില സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധ. കാരണം അത് ലെവലിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തലയുടെ പടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു പാസം പിടിച്ചിട്ടായിരിക്കും. ഒന്നെങ്കിൽ അമ്മ പാസം ഉണ്ടാവും, അല്ലെങ്കിൽ തങ്കിച്ചി പാസം ഉണ്ടാവും. അതൊക്കെ അങ്ങ് വെറുപ്പിച്ച് കൈ തരുന്ന ഒരു ലെവലിലേക്ക് ഈ ഡയറക്ടേഴ്സൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിലും അതേപോലെ ഒരു പാസത്തിൻ്റെ പുറകിൽ തന്നെയാണ് കഥ പോകുന്നത് എന്നുണ്ടെങ്കിലും അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി പടത്തിൻ്റെ ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് കുറച്ച് ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ട്രാക്കിലാവാൻ. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ കുറച്ച് ക്ഷമയോടെ കണ്ടിരിക്കണം. നമ്മൾ ഈ ട്രെയിലറും ടീസറൊക്കെ കണ്ട എക്സ്പെക്റ്റേഷനിൽ ചാടി കയറി നിന്ന് പടം എൻഡ് ടു എൻഡ് ത്രൂ ഔട്ട് ഇത് തന്നെ ആയിരിക്കും എന്നൊന്നും എക്സ്പെക്ട് ചെയ്ത് പോകണ്ട. ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ പടം കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ട്രാക്കിലാവാൻ. ഈവൻ ഞാനൊരു തല ഫാൻ അല്ലാഞ്ഞിട്ട് കൂടി ഒരു സാധാരണ സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ ഈ പടം എന്നെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നടന്ന ഒരു ആക്സിഡൻറ്റ് വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നല്ലോ. അതായത് തല ഹമ്മർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രിഫ്റ്റായിട്ട് മറിഞ്ഞു വീഴുന്നതും അങ്ങനെയുള്ള ആ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ആ ഒരു സീക്വൻസ് ഈ പടത്തിൽ വരുന്നത് മുതൽ പടത്തിൻ്റെ ഒരു ഹൈ ഉണ്ട്. എൻ്റെ മോനെ, ആ ഹമ്മറിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസും അതിനുശേഷമുള്ള ആ ഒരു ഹമ്മർ വെച്ചിട്ട് പുള്ളി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ എക്സ്പീരിയൻസ്. ഇതൊന്നും നമ്മൾ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്തൊരു കാര്യമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അനീൻ്റെ ഒരു BGM ഇങ്ങനെ കയറി ഇങ്ങോട്ട് വരും മോനെ, തിയേറ്ററിന് ലിറ്ററലി തീ പിടിച്ച പോലൊരു ഫീൽ ആയിരുന്നു കേട്ടോ ആ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ. അതേപോലെ പത്തിക്കിച്ച് എന്ന് പറഞ്ഞ സോങ് ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ പ്ലേസ് ചെയ്ത് ക്ലൈമാക്സ് അടിപ്പിച്ച് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതും ഒരു രക്ഷയില്ല. ആ സീൻസിലൊക്കെ ആ ഒരു സോങ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ മൊമെൻ്റ് ഉണ്ട്. ഗൂംസ് ബംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലായിരുന്നു ആ ഒരു സീക്വൻസിലൊക്കെ. ഏതായാലും മിസ്റ്റർ മഹി തിരുമേനി, നിങ്ങളൊരു കിടിലൻ സാധനം കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ മുന്നിലുള്ള ഫിലിമോഗ്രാഫിയിലുള്ള പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഞാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിലും ഈ ഒരു പടം ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് തിയേറ്റർ മെറ്റീരിയലാണ്. ഗോ ആൻഡ് വാച്ച്. അപ്പോൾ നിങ്ങൾ പടം കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.